ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മഷ്റൂം ഗാർലിക് മസാല കണ്ടാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള മഷ്റൂമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈ ചെറിയ മഷ്റൂം ആണെങ്കിൽ നിങ്ങൾ 2ആയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. 2 പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഉള്ളി, സവാള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, മല്ലിയില. ഇത്രയുമാണ് ഞാൻ ഇതിന് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ ബട്ടറിൽ മാത്രമാണ് ഈ മഷ്റൂം ഗാർലിക് മസാല തയ്യാറാക്കുന്നത്. കാരണം ഇതിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഒന്ന് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് അല്പം എണ്ണയും ചേർത്ത് കുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ബട്ടറിൽ മാത്രമാണ് കുക്ക് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഈ ബട്ടറിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. ഇത് അധികം അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ മാത്രം മതി നമുക്ക്. കാരണം ഇതിനകത്ത് ഒത്തിരി സ്പൈസസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതിനൊരു കളറിന് വേണ്ടി ഞാനിവിടെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താലും മതി. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. കാരണം മഷ്റൂമിനകത്ത് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ലേശം ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വെക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിനകത്തിൽ ഓൾറെഡി വെള്ളമുണ്ട്. ഇതൊരു 5-6 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ നോക്കിക്കേ, നമ്മളൊരു ശകലം വെള്ളം പോലും ഈ മഷ്റൂമിനകത്തിൽ ഒഴിച്ചതല്ല. പക്ഷേ ഇപ്പം കണ്ടോ, നല്ല വെള്ളമയമല്ലേ. ഇതാണ് പറഞ്ഞത്, മഷ്റൂമിനകത്ത് വെള്ളം ഉണ്ടാവും. നമ്മൾ ഒരിക്കലും വെള്ളം ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒഴിച്ചാൽ അത് കുഴഞ്ഞു പോവും, അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഒരു 3-4 മിനിറ്റും കൂടെ നമ്മളൊന്ന് ചെറു തീയിൽ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം ഗാർലിക് മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.